നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഓണത്തിന് നമുക്ക് കുറച്ച് അതിഥികളുണ്ട്. മലയോര മേഖലയിലെ ജനങ്ങളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കയ്യടി നേടിയവർ ടീം ഗുണ്ട്. അവർ നമുക്കായി ഇവിടെ കാത്തിരിപ്പുണ്ട്. അവരുടെ വിശേഷങ്ങളാണ് ഈ ഓണത്തിന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇവരാണ് ടീം ഗുണ്ടിൻ്റെ അണിയറ പ്രവർത്തകർ. അജിത്ത്, പ്രജിത്ത്, രതീഷ് മാസ്റ്റർ, നിജിത്ത്. ഇവരാണ് നമ്മുടെ മലയോര മേഖലയിലുള്ള ജനങ്ങളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കയ്യടി നേറി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ കല്യാണ നിശ്ചയം കണ്ടു. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ആ റീൽസും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ്, നമ്മുടെ നാട്ടുകാരും എല്ലാവരും എന്താണ് നിങ്ങളോട് ഇതേക്കുറിച്ചൊക്കെ പറയാറുള്ളത്? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കല്യാണ നിശ്ചയത്തിന് നല്ല അഭിപ്രായം മൊത്തത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത വർക്കിൻ്റെ അകത്ത് ഒരുപാട് അതിനേക്കാളും കൂടുതൽ ഉള്ളൊരു ഇത് അതിനകത്ത് കിട്ടിയുള്ള അഭിപ്രായം. അതിൽ കോമഡി അല്ല എല്ലാം ഉണ്ടല്ലേ? അതെ അതെ, കുറച്ച് ഫീൽ ഗുഡ് ഒരു കോമഡി ആ ഒരു ടൈപ്പാണ് അത് പിടിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ഈ ഒരു ടീം ഇങ്ങനെ യോജിച്ച് ഇത്രയും 250-250 റീൽസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ഒറ്റക്കെട്ടായിട്ടുള്ള ടീമിൻ്റെ വർക്ക്? അതായത് നമ്മളൊരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു കാര്യമാണ്. കണ്ടു 4 മണി പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ 6 മണിയായി. അതല്ലേ നിങ്ങളെ അതാണ് ടീം പറഞ്ഞത്. നേരം വൈകിയാലും അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൃത്യനിഷ്ഠയില്ല. കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ ശരിയാവില്ല, കൃത്യനിഷ്ഠ ശരിയാവില്ല. പക്ഷെ അവസാനം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം കൂടി ഓക്കെ ആവും. നമ്മളിപ്പോ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നമ്മള് സംഭവം ഔട്ട്പുട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് പക്കയാക്കും. നിങ്ങളെ ഈ ലൊക്കേഷനൊക്കെ പ്രത്യേകിച്ച് വള്ളിയാട് അതുപോലെ പായ ആ സ്ഥലങ്ങളല്ലേ, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഒന്നുമില്ല, നിങ്ങൾ തന്നെ പുറത്തേക്ക് പോകാറോ? എന്താ അടിപൊളിയാണ്. പുറത്തോട്ട് ആവശ്യമുണ്ടാ? നമ്മള് തെരഞ്ഞെടുക്കാന്ന് പറയും. നമ്മളെ നാടല്ലേ, നമ്മളെ നാടിൽ നിന്നല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യണ്ടേ. അപ്പൊ നമ്മള് വേറെ നമ്മള് കൂടുതലും വരുന്ന കണ്ടന്റ് നാടൻ സ്വഭാവമുള്ള എല്ലാ അധിക വാർത്തകൾ ഈ ഏരിയല്ലേ. എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന അർത്ഥമില്ല. അതുപോലെ നമ്മളെ നാട്ടിൽ തന്നെ നാട്ടിലെ കാര്യങ്ങൾ നമ്മള് ഈ ക്യാമറയിലൊക്കെ നല്ലൊരു ഭംഗിയല്ലേ, ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നാടൻ പ്രദേശമായിട്ടുള്ള കഥകൾ. നമ്മളെ കഥ തന്നെ ഫുള്ള് നാടൻ കഥയാ, നാടൻ പശ്ചാത്തലത്തിൽ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാധനം നമ്മൾ ഇത് ചെയ്തിട്ടില്ല, നമ്മളെല്ലാം നാടനാണ്. പക്ഷേ നിങ്ങൾ ഇതിലിടക്ക് കുറച്ച് പരസ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് അതിൽ തന്നെ ഇപ്പൊ നമ്മൾ കമന്റ് കണ്ടാണ്. കാരണം ഞാൻ ഗുണ്ടിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കാരണം നിങ്ങളെ ഓരോ ഇത് ഇറങ്ങുന്ന സമയത്തായാലും നമുക്ക് കാണാനൊരു ആകാംക്ഷയുണ്ട്. കാരണം അതിലെന്തെങ്കിലും ഒരു ചിരിപ്പിക്കാൻ അധികം എനിക്ക് ഇഷ്ടം നിങ്ങൾ ആ ചിരിയുടെ എന്തെങ്കിലും ഒരു പോയിന്റ് ആണ്. പക്ഷെ ഇപ്പം കുറച്ചടുത്തായിട്ട് പരസ്യം ആദ്യം പക്ഷെ നമുക്ക് തിരിയില്ല. ആദ്യം ഒരു കോമഡി കാര്യങ്ങളായിട്ട് ലാസ്റ്റ് എത്തുന്ന ഒരു പരസ്യത്തിന്റെ പൈസയെല്ലാം കുറവാണ്. നിങ്ങൾ മാത്രല്ല, കാരണം കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ടിനെ. അപ്പൊ അതിനകത്ത് എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരസ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് അതൊരു മോശം സംഭവമാണല്ലേ ശരിക്കും. അപ്പൊ എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇടക്ക് നമ്മളധികം ഐവിഷൻ വാർത്ത കാണാനില്ലേ. അപ്പൊ ഐവിഷൻ വാർത്തയില് ഒരു വാർത്തന്റെ ഒരു 5 പരസ്യം ഉണ്ടാവും. നമുക്ക് നിലനിൽക്കുന്ന പ്രശ്നമല്ല. പരസ്യം അത്യാവശ്യം വേണ്ടതാണ് കേട്ടോ. തമാശയാണെങ്കിലും നമ്മള് തമാശ രൂപത്തിൽ പറഞ്ഞാണെങ്കിലും ഈ പരസ്യം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാർ നിങ്ങളുമാണ്. അപ്പോൾ നമുക്കിപ്പോ ഇങ്ങനെയൊരു സംരംഭം നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ 4 പേരാണ്. നമുക്കൊരു അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരുപാട് ടെക്നിക്കലി ഉള്ള ചിലവുകളുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്കിങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് അത്ര ആൾക്കാർ മനസ്സിലാക്കും. പക്ഷെ ഇതേ കമന്റിന്റെ ഇടയിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ആവശ്യമാണ്, ഈ പരസ്യം ഇവരുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളും ഉണ്ട്. അതുപോലെ ഇപ്പം നിങ്ങൾ 4 ഇപ്പം പുന്നാടാണ് അജിത്ത്, പിന്നെ ഇരട്ടിയിലാണ് പ്രജിത്ത്, അതുപോലെ രതീഷ് മാസ്റ്റർ പായമുക്കിലാണ്, പൂവാപ്പള്ളിയിലാണ് നിജിത്ത്. അപ്പോൾ എല്ലാവരും കൂട്ടായി ഒത്തൊരുമയോടെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനം, അതായത് ഈ ഒരു യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം? ഇത് നമ്മൾ 2 വർഷം മുന്നേ നമ്മളൊരു ഷോർട്ട് ഫിലിം ഗുണ്ട് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം തുടങ്ങി. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞതാണ്. ഗുണ്ട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട്
നമ്മൾ 4 പേരും കണ്ടുമുട്ടി. അപ്പോൾ അതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യണം, നമുക്കൊരു ടീമായി വർക്ക് ചെയ്യണം എന്നുള്ളൊരു, നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും അപ്പുറം ഇപ്പുറം മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, ഒരേ ടേസ്റ്റുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മുന്നോട്ടൊരു ടീമായിട്ട് പോകാം എന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിനും ആ ഷോർട്ട് ഫിലിമിൻ്റെ ആ പേര് തന്നെ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ആ ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ റെഗുലറായിട്ട് വീഡിയോ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ 4 ആൾ മാത്രമല്ല, ഇതിലൊരു പ്രധാന ഒരു കഥാപാത്രം കൂടി എല്ലാവരും പ്രധാനം തന്നെയാണ്, കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അതിലൊരാളുണ്ടല്ലോ കാര്യമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തില്ലാത്ത ആളെ. അപ്പോൾ അതിപ്പം പ്രേക്ഷകർ എന്തായാലും ചോദിക്കും പുള്ളി എവിടെയെന്നല്ലേ. ബിച്ചു. അത് എന്താ പറയാനുള്ളത്? ബിച്ചുവിന്റെ ശരിക്കും പേര് വിഷ്ണു എന്നാണ്. ആസാമുകാരനാണ്. പിന്നെ 10-26 കൊല്ലത്തിന് മുകളിലായി നാട്ടിൽ. ഇവിടെ പുള്ളി ഇവിടെ തന്നെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് സെറ്റിലായ ആളാണ്. നിങ്ങൾ ഗുണ്ടിൽ വന്നതിന് ശേഷം സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്ന് സിനിമ അൻപോട് കൺമണി എന്ന് പറഞ്ഞ സിനിമ. അത് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളി അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവാക്കി. അതായത് അന്നത്തെ ആ ഒരു ഇത് കണ്ടായിരുന്നു. കാരണം ബംഗാളികളെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്പൂതിരി തന്നെയായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ഒരു കഥ ഇല്ല ഇപ്പൊ നമുക്ക്. അതിൽ വേറൊരു രസം എന്നറിയാം, നമ്മളിപ്പം എന്ന് പറയുന്നത് ഇപ്പം ബംഗാളി മലയാളി നമ്മളിപ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കോമ്പിനേഷൻ വരുന്നതാണ്. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രസകരമായ കുറേ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ്. വിഷ്ണു ഇവിടെ ഒരു 25 വർഷമായിരുന്നു അല്ലേ? അതെ, നമ്മള് ഇന്റർവ്യൂ എടുത്തായിരുന്നു. അതന്നെ ഏകദേശം 5 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് നമുക്കുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്? ഓരോ ചെറിയ തീം എങ്ങനെയാണ്? 4 പേരും കൂടി ആലോചിച്ചിട്ടാണോ എങ്ങനെയാണ്? അല്ലാണ്ട് ഇപ്പൊ നമ്മള് പരിപാടി ഇല്ലെങ്കിൽ നമ്മള് ഫോണിലേക്ക് കൂടി കണക്ഷൻ ഉണ്ട്, കാണുന്നില്ലെങ്കിലും. അപ്പൊ ഒരു കണ്ടന്റ് കിട്ടി അന്നേരം പിന്നെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ചെറിയ ത്രെഡിന്റെ ഡെവലപ്പാവും. എല്ലാരും ജോലി ഉള്ളവരാന്ന് തോന്നുന്നു. ആ ജോലി തിരക്കിനിടയിലാണ് ഞായറാഴ്ച ദിവസമാണോ തിരഞ്ഞെടുക്കുന്നത്? മിക്കവാറും ഞായറാഴ്ച ദിവസം തന്നെയാണ്. മിക്കവാറും ഞായറാഴ്ച കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ദിവസം. നമ്മൾ 4 ആളും എപ്പോഴാണോ ഫ്രീ ആയിരിക്കുന്ന ആ സമയത്ത് ചെയ്യും. അജിത്തിനെ കാണുമ്പോൾ എപ്പോ ഒരു കള്ള ലക്ഷണം വരും മുഖത്ത് കാണുമ്പോ. അത് അതിലും ഉണ്ട്. അത് നിങ്ങളെ ഓൾറെഡി അറിഞ്ഞേക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ മുഖം മനസ്സിന്റെ കണ്ണാടി അങ്ങനത്തെ അതുകൊണ്ടായിരിക്കും ഏകദേശം. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമുക്ക് കാണാം, കാരണം അജിത്തിന്റെ അഭിനയം എല്ലാരും പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോ ഇതെങ്ങനെയാണ് അഭിനയം പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെറുപ്പത്തില്? അല്ലെ മോണോ ആക്ടർ മിമിക്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓരങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അഭിനയം പഠിച്ചില്ല. പക്ഷെ എന്നോട് പറയല് ഇപ്പം എന്തോ സംസ്ഥാന തലത്തിന് മോണോ ആക്ടറായിട്ടും എന്തോ പങ്കെടുത്തെന്നെല്ലാം പറയലുണ്ട്. ഉള്ളത് തന്നെയാ നീ പറയുന്നത്? ഏത് സ്കൂളിൽ പഠിച്ചേ? ഞാൻ പഠിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ പുന്നാടനാണ്. പുന്നാട് ഇരിട്ടി സ്കൂളിൽ പഠിച്ച സ്കൂളിൽ പോയി എന്ന് പറഞ്ഞ പഠിച്ചെന്ന് പറയാം. നമ്മളത്ര കൂടിയിട്ട് ഒരു ഹ്യൂമൻ സെൻസ് അല്ല അങ്ങനെയല്ല. അപ്പോ അതിനുശേഷം മോണോ ആക്ടിലാണ് മിമിക്രിയിലാണ് സംസ്ഥാനം? ഞാൻ പഠിക്കുമ്പോ ഇതിന് പരിപാടി ഇല്ലേ ഈ മോണോ ആക്ട്. മോണോ ആക്ടില് ഒരു 4ാം ക്ലാസ് മുതൽ എല്ലാ കൊല്ലം ചെയ്യണം. കലയായിട്ട് കുറച്ച് ബന്ധം ഓനാണ് കൂടുതലുള്ളത്. നിങ്ങളും മോശമല്ല, തകർത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചിട്ട് അങ്ങ് നിർത്തി. അങ്ങനെയാ? നീ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് കലയായിട്ട് ബന്ധമുണ്ടോ? നീ എന്നോട് ഇത് ചോദിച്ചില്ലല്ലോ. അല്ല നിങ്ങൾ എങ്ങനെയാ ഇതിലേക്ക് വന്നതാ? അല്ല വന്നതല്ല, ഇതിനെ കുറിച്ച് കുറച്ച് ഇപ്പം നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലായി അഭിനയിക്കുന്നത്. നല്ല അഭിനയമാണ്. അച്ഛൻ കഥാപാത്രം പ്രശ്നമാണ്. അടുത്ത പ്രാവശ്യം ഞാൻ അച്ഛനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്തേക്ക് വെറൈറ്റി പ്രതീക്ഷിക്കാം. അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും പ്രീത്തും ഒരുമിച്ചിട്ട് കോളേജിൽ പഠിച്ച. ഈ രജിസ്റ്റർ അത്ര വലിയ വയസ്സൊന്നുമില്ല കേട്ടാ. അച്ഛൻ കഥാപാത്രം ചെയ്ത് നിങ്ങൾ നോക്കണ്ട. ഒന്ന് പറയാൻ വിടുവാ, ഞാൻ പറയട്ടെ. അപ്പൊ ഞാനും പ്രീത്തും ഒരുമിച്ച് കോളേജിൽ പഠിച്ച. അപ്പൊ ആ സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഈ മിമിക്രി ഇല്ലേ, ആ സമയത്താണ്. അപ്പൊ മിമിക്രിക്ക് ഇപ്പൊ സൗണ്ട് ശരിയാവുന്നില്ല, ഏകദേശം ആണെന്നല്ലെങ്കിൽ ചെയ്യാം. അപ്പൊ സ്റ്റേജിൽ കയറിയിട്ട് അത് ചെയ്യൂ. പിന്നെ പക്ഷെ അത് പണ്ടേ വിട്ടതാണ്. ഓണത്തിന് നല്ലൊരു പരിപാടിയല്ലേ കൊളാക്കണമെന്ന് ചോദിക്കുന്നത്. ഞാനൊന്ന് വിളിച്ചതായിട്ടൊരു കാര്യം ചോദിക്കാം. What nonsense are you talking, Mr. Unmesh? ഇത് ജനാർദ്ദനല്ലോ, ഇതിൽ ആരും അല്ലേ? അല്ല ഞാൻ നീയല്ലേ ജനാർദ്ദൻ അത് ഞാനല്ലല്ലോ പറയുന്നത്. ശരിയാ, അത് ഭയങ്കര എന്തായാലും മോശമില്ല. അടിപൊളി. ഇപ്പം പ്രീത്തെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സമയത്താണ്, എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിരിച്ച്
എല്ലാരും കൂടി ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുക? എങ്ങനെ പറയുന്നതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. എഡിറ്റിങ്ങിനപ്പുറം ഇപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതൊന്നും ഇവര് എല്ലാരും ഒന്നിച്ചിരുന്നിട്ടാ ചെയ്യുക? എല്ലാവരും ചിരിച്ചിരിക്കുക. രാത്രി ഒരു 11-12 മണിയിലാണ്. അന്നേരമാണ് ഈ അഭിനയത്തിന് വിലയിരുത്തുക. ഇവനാന്ന് പുറത്തുനിന്ന് നല്ലോണം വിലയിരുത്തുക. എല്ലാവരും ഉണ്ടാവും, അടുത്തടുത്തുണ്ടാവും. പക്ഷെ അവര് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. എല്ലാരും ഒന്നിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല് വാങ്ങലില്ല ആ ഒരു ശൈലിയിലാണ്. ഷൂട്ട് ചെയ്യുമ്പോ ആയാലും ഭയങ്കര ഇപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോ പ്രൈത്താട്ടെ ഇങ്ങനെ അടിച്ചാൽ ഓക്കെയാണ്. ഓക്കെയാ. അതുപോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഇങ്ങനെ അടി വരണോ? അല്ലെങ്കിൽ ചിലപ്പോ അടിയുടെ മീനിങ് മാറ്റായിരിക്കും. ഈ ഹ്യൂമറിനെക്കാട്ടിയും കൂടുതൽ ചില സെന്റി ആയിട്ടുള്ള സാധനം ഉണ്ടാവും. അപ്പൊ ഈ ഒരു അച്ഛന്റെ ഇതെല്ലാം ചെയ്തില്ല, അത് നല്ല ഇത് കിട്ടിയതാണ്. അപ്പൊ അയത്തിന് അതുപോലെ അയത്ത് കുറച്ചും കൂടി ഈ കോമഡി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ സെന്റിമെന്റ്സ് ചെയ്യുന്നതിനെ കുറച്ച് ഭയങ്കര എഫോർട്ട് എടുക്കുന്നില്ല. നാച്ചുറലായിട്ട് ഒരു കാര്യം പറഞ്ഞ് പ്ലെയിൻ ആയിട്ട് വെക്കും. കോമഡി എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി എക്സാജറേഷൻ ആയിട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈ ചെയ്തതിൽ നിങ്ങൾക്ക് തന്നെ നല്ല തൃപ്തിയായി എല്ലാവരും ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ഏതായിരിക്കും നല്ലത്? നിങ്ങൾ ലാസ്റ്റ് ഇറങ്ങി തന്നെ അത് ഓഫ് കോഴ്സ് കല്യാണം. അതൊരു സിനിമയുടെ മോഡലാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ കണ്ടത് മൊബൈൽ ഫോണിലല്ല, ഇപ്പോൾ ടി വിയിൽ തന്നെയാണ്, ടെലിവിഷനിൽ തന്നെയാണ് കണ്ടത്. അപ്പോൾ അത് DTH ആ ഒരു നല്ല സൗണ്ട് സിസ്റ്റത്തിൽ കാണുമ്പോൾ ഒറിജിനൽ ഒരു സിനിമ കാണുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് സിനിമയിൽ ചാൻസോ അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കാനുള്ള ഭാവിയിൽ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ്? ഇതെല്ലാം എന്ന് പറഞ്ഞാലേ അങ്ങനെ പ്രത്യേകം പ്ലാനൊന്നുമില്ല. ഇന്നിപ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത കല്യാണ നിശ്ചയം അത് നമ്മളങ്ങനെ ഈ മാസം കല്യാണ നിശ്ചയം എടുക്കണം, അടുത്ത മാസം വിടണം എന്നല്ലേ. അതങ്ങനെ ഒരു കഥ വന്ന് നമുക്കങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആക്കാൻ തോന്നി, അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അത് ഔട്ട് ചെയ്തു, അത് വിജയിച്ചു. നന്നായിട്ട് നല്ല റെസ്പോൺസ് ഉണ്ട്. അതുപോലെ കുറച്ചുകൂടെ വലിയ കഥകൾ നമുക്ക് കിട്ടും, നമ്മൾ ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ ഉണ്ട്. എപ്പോഴാണോ നമുക്ക് നല്ല കഥ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കൊണ്ടാകുന്ന ഇതിന് ഒരുപാട് ഇതുണ്ടല്ലോ, പരിമിതികളുണ്ടല്ലോ. ഇതിൽ തന്നെ കല്യാണനിശ്ചയം തന്നെ നമ്മള് 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അത് പക്ഷേ പിന്നെ ഇതിന്റെ ത്രെഡ് പറഞ്ഞ ഇത് ഡെവലപ്പ് ചെയ്ത് വന്ന അങ്ങ് സംഭവിക്കലാണ് അതൊരു. അപ്പോൾ അതിന് ശേഷം നേരെ നമ്മൾ എല്ലാവരും തീരുമാനിച്ചു തന്നെയാണ് ഇത് എന്തായാലും നമുക്ക് നന്നായി വസ്ത്രസ്ഥാപനത്തിൽ നിന്നൊരു ഷൂട്ട് നടന്നല്ലോ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത്. അപ്പൊ ഒരു വായനോട്ടത്തിന്റെ അത് നല്ല വൈറലായിട്ട് അങ്ങനെയാണോ ഇപ്പോഴും? അതെന്താ പറയാ, അത് 90% ഏകദേശം അനുഭവം. അതുപോലെ ഇപ്പം കല്യാണ നിശ്ചയം ഉണ്ടല്ലോ നേരത്തെ ഇറങ്ങിയത്, അപ്പോൾ അതിലെ ഒരു 20 മിനിറ്റുള്ള ഒരു സ്റ്റോറിയാണ്, നല്ല സിനിമ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ്, അതിൽ നല്ല തേപ്പ് കിട്ടിയ ആളാണ്. ജീവിതത്തിൽ അതേപോലെ കിട്ടിയെന്നാണ് ഇവര് പറഞ്ഞത്. ശരിയാണ്? ഇല്ല, അത് ഇവര് വെറുതെ അസൂയ കൊണ്ട് തേപ്പ് എന്നുള്ള രീതിയിലല്ല ശരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ചില പറയുന്നിട്ട് കമന്റിൽ തേപ്പ് എന്നുള്ളത്. പണി കിട്ടിയ പോലെ ഒരാൾ മനസ്സിലാക്കുന്ന പക്ഷെ അത് വേണമെങ്കിൽ അത് ഒരുതരം തേപ്പാണെന്ന് പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഒരു പെൺകുട്ടി ഒരാളെ റിജക്ട് ചെയ്യുമ്പോൾ അതിന്റെ കാരണം ഉണ്ടാവും. ആ കാരണം ആരും അന്വേഷിക്കില്ല. പക്ഷെ എല്ലാരും പറയുന്നത് ആ പെൺകുട്ടീനെ തേപ്പുകാരി എന്ന് പറയും. പക്ഷെ ആ പെൺകുട്ടി എന്തുകൊണ്ട് അവനെ ഒഴിവാക്കി അതൊരിക്കലും നമ്മൾ അതിന്റെ പുറകെ പോവാം. ഇതിനകത്ത് പ്രധാന വേറെ വിഷയം അറിയാം, അതിനകത്തെ ആ പെൺകുട്ടീന്റെ ക്യാരക്ടർ ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ അകത്തെ റീസണോ അല്ലാത്ത കാര്യങ്ങളും മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയും. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി നല്ല റേഞ്ചുള്ള ഒരു നടിയാണ്, നല്ല റേഞ്ച്. അതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാസ്റ്റിംഗ് കോളൊക്കെ വെച്ച് നമുക്ക് കുറെ ആളെ കൂട്ടുന്ന സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ കുട്ടീനെ എടുത്തത്. മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കഥ ആദ്യം അയിത്തിനോട് പറഞ്ഞ സമയത്ത് ഈ അയിത്ത് ചെയ്ത കഥാപാത്രം 25 വയസ്സ് കുറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ അത് നമ്മൾ എല്ലാം സംസാരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ വേണ്ടെന്നുള്ള രീതിയിലേക്ക് മാറിയതാണ്. ആദ്യം ഒരു ലേശം അപ്പൊ അങ്ങനെ ലാസ്റ്റ് ആ പെൺകുട്ടി സ്വീകരിക്കണമെങ്കിലേ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. ആ കഥയിൽ വന്നേരം അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഗുണ്ട് ഇറങ്ങിയതിനു ശേഷം ഇപ്പം ഏകദേശം കുറെ യൂട്യൂബിലൊക്കെ ഇത് ഇറങ്ങിയല്ലോ. ഇപ്പം നിങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ എങ്ങനെയാണ് നാട്ടുകാരുടെയൊക്കെ തിരിച്ചറിയുന്നുണ്ട് നമ്മളെ ആൾക്കാർ? അതന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഗുണ്ടിലെ ടീമല്ലേ? ഇപ്പൊ തന്നെ നമ്മളിവിടെ വന്ന സമയത്ത് ഒരു കുട്ടി വന്നതേ. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ടോ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നത്. മുന്നേ നമ്മളെ മറ്റേ ക്ലബ് ഓഫ് എമ്മിന്റെ മറ്റൊരു ഇന്റർവ്യൂല് പിന്നെ എന്തോ പറയുമ്പോൾ ഇങ്ങനെ ഗുണ്ട് മാഷ് എന്ന് പറഞ്ഞു പോയി. അവര് അത് എടുത്തിട്ട്
ഗുണ്ട് മാഷ് എന്നല്ലേ ആക്കി. ഇപ്പം കോളേജിൽ അങ്ങനെയാണോ പേര്? ആ കോളേജിൽ അങ്ങനെ ഇടയ്ക്ക് വിളിക്കൂ, ഗുണ്ട് മാഷ് എന്നെല്ലാം വിളിക്കും എല്ലാം. അത് പക്ഷെ അത് ഒരു രസകരമായിട്ട് അത് കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കപ്പോൾ നമുക്ക് അതിനകത്ത് പിന്നെ ഭയങ്കര സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ എവിടെയും പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ തിരിച്ചറിയുന്നില്ല. അധികം നിങ്ങൾ ഈ കല്യാണം അതുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതൽ കാണുന്നത്. അത് ഷോർട്ട് ഫിലിം അല്ലേ? നാട്ടും പുറത്തെ കഥ പറയുമ്പോൾ ഇവന്റെ ഒരു ലൈഫ് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഏതല്ല പുൾജിത്ത് എന്ന് പറഞ്ഞ ചെയ്ത് അത് അത് ശരിക്കും 25 വയസ്സൊക്കെ അത് അനുഭവിച്ച അത് അനുഭവിച്ച ഓർമ്മ. അത് കണ്ടില്ലേ ചർച്ച കൊണ്ടത് അത് ഇവൻ തന്നെ എഴുതിയതാ. കാരണം ഇവന്റെ മനസ്സിലുള്ള ധാരണ സ്വന്തം എഴുതുക. അത് കല്യാണം മാത്രല്ല, ഈ ഓണക്കാലത്ത് എന്താ ഇനി പരിപാടി? ഈ ഓണത്തിന് വീട്ടുകാരപ്പുറല്ലോ സത്യമായിട്ടും ഈ സമയം വരെ ആയിട്ട് അടുത്ത വർക്കിനെ പറ്റി നമ്മൾ ചിന്തിച്ചില്ല. ഇനി അത് ഓണം ഓൾറെഡി പറഞ്ഞു വെച്ച കുറച്ച് കഥകളുണ്ട്. പറഞ്ഞു വെച്ച എന്തായാലും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പൊ എത്ര നിങ്ങളെ സബ്സ്ക്രൈബർ ഉണ്ട്? 1,60,000 അപ്പോൾ 1 ലക്ഷം കഴിഞ്ഞതിന്റെ ആഘോഷങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അതാ നമ്മളെ സിൽവർ ബട്ടൺ കിട്ടിയ സമയത്തുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഇതുപോലെ 1 ലക്ഷമായി. ഫേസ്ബുക്കിൽ ശരിക്കും 1 ലക്ഷം ആണ്ട് സമയം കഴിഞ്ഞു. പക്ഷെങ്കിൽ ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പേജിന് ഒരു സ്ട്രൈക്ക് വന്നിട്ട് അത് മാറ്റണം. ആ സ്ട്രൈക്കാണ് നമ്മളെ മൊത്തത്തിൽ ഫേസ്ബുക്ക് ഡൗൺ ആയി. അതായത് ഇപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ ഒരുവിധം കണ്ടതൊക്കെ എല്ലാം നല്ല കമന്റ്സ് അത് വായിക്കാറുണ്ട്, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായൊക്കെ. അപ്പോൾ അതിൽ ചില നെഗറ്റീവ് കമന്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നെഗറ്റീവ് കമന്റ് നമ്മളെ മാക്സിമം എല്ലാ കമന്റും വായിക്കലുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇൻബോക്സിൽ ഇവർ ഈ കമന്റ് ഒന്നും വായിക്കില്ല, എല്ലാ കമന്റും നമ്മൾ വായിക്കലുണ്ട്. പിന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ യൂട്യൂബിൽ റിപ്ലൈ കൊടുക്കലുണ്ട്. ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനകത്തൊന്നും. ഫേസ്ബുക്കിൽ നമ്മൾ കൂടുതലും അങ്ങനെ ഇന്ററാക്ഷനിലേക്ക് പോക്കില്ല. കാരണം കുറച്ചുകൂടെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് അറിയാലോ, ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ടഫായിട്ട് യൂസ് ചെയ്യുന്നതിന് മാത്രമല്ല സ്ഥിരമായിട്ട് ഒരു എല്ലാ കണ്ടന്റും നമ്മളെ ഭയങ്കര ഫേസ്ബുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്കാർ. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇപ്പോൾ ആദ്യമൊക്കെ കഴിഞ്ഞ നമ്മൾ വയനാട്ടിലെ സമയത്ത് കണ്ടില്ല, ഒരു കമന്റ് ഇട്ടിട്ട് പുള്ളിക്കട്ട് ഇത് അറിയാൻ അങ്ങ് പിന്നെ വേറെ ഒരുപാട് ഈ ചില കമന്റുകൾ രണ്ട് തരം കമന്റ് ഉണ്ട്. നമ്മൾ കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും എന്ന് പറയും. ആരോഗ്യപരമായ കമന്റുകൾ നെഗറ്റീവ് നമ്മൾ എടുക്കും എന്തായാലും. പക്ഷേ ഒരു ഡിസ്ട്രക്റ്റീവ് മെന്റാലിറ്റിയിൽ വരുന്ന കമന്റ് ഉണ്ട് ചിലതെല്ലാം. എനിക്ക് നോക്കിയിട്ട് മനസ്സിലായതല്ലോ, നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കമന്റും നന്നാകരുത് കമന്റും ഉണ്ട്. അപ്പൊ ചിലയാള് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാർ അതൊരു ചില ഉദ്ദേശം ഇന്റൻഷ്യലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കമന്റിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ മെസ്സഞ്ചറിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് നേരിട്ട് വായിക്കും കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഓരോ കണ്ടന്റിനും ഉള്ള നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും വിളിച്ചു പറയുന്നവരുണ്ട്. അതായത് പൊതുവായിട്ട് പറയാണ്ട് ഇതിങ്ങനെയാണ്, പിന്നെ നേരിട്ട് കാണുമ്പോൾ നമ്മളെ കാണുന്ന പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ചില കമന്റിന് ഇപ്പൊ ഒരു മോശം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കമന്റ് ഇട്ടാല് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെ തന്നെ പോയിട്ട് അതിൽ കമന്റ് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ട്. അജിത്തിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? എന്നാ പറയണ്ടേ, എല്ലാവരും നന്ദി മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഇപ്പോൾ കല്യാണ നിശ്ചയം കാണാതെ എല്ലാവരും കാണണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാണുക, നല്ലൊരു വർക്കല്ലേ അല്ലേ, നല്ല വർക്കാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പോൾ നമ്മൾ പിന്നെ മുന്നോട്ടേക്കുള്ള എല്ലാ വർക്കും നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഇപ്പോൾ ചില പരസ്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മളെ അവസ്ഥയിൽ മനസ്സിലാക്കിയിട്ടൊന്ന് ഒരു വേറൊരു ഭാഗം പറയാം. കാരണം അല്ല, ഒരു ദിവസം അന്ന് ഒരു ദിവസം പരസ്യം ഇട്ടല്ലോ, അത് വ്യക്തിപരമായിട്ട് വരെ അറ്റാക്ക് ചെയ്തു. ഈ പരസ്യം ഇപ്പൊ കല്യാണ നിശ്ചയം എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് നല്ല കമന്റ് പറഞ്ഞു. പക്ഷെ അതിനൊരു ബഡ്ജറ്റ് ഉണ്ട്, നമ്മളൊരു തുക ചിലവാക്കി 2 ദിവസത്തെ ഷൂട്ട് ഉണ്ട്, പിന്നെ അതുപോലെ അതിന്റെ മ്യൂസിക്, ഇത് പോലുള്ള ചെലവിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത് നമ്മൾ ഇങ്ങനെയുള്ള പരസ്യത്തിന്റെ ചില മാർഗ്ഗങ്ങളാണ്. നമ്മൾ ഒരുപാട് വലിയ വീഡിയോസ് യൂട്യൂബ് ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം നല്ല അഭിപ്രായം ഒരുപാട് ആൾക്കാർ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഈ ഷോർട്ട് വീഡിയോയിൽ പരസ്യം പാടില്ല, പരസ്യം ആരും ചെയ്യാണ്ടിരിക്കുന്ന നമ്മൾ റെഗുലർ ആയിട്ട് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും പണ്ടുപോലെ എടുക്കുന്നവരായിരുന്നു, അതിനകത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനടക്കുള്ള ദിവസങ്ങൾ നമ്മൾ പരസ്യം ഇടുന്നത് പരസ്യത്തിന്റെ പഴയ പരമ്പരാഗത രീതിയല്ല
ഇപ്പൊ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത്. അല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ തന്നെ അതിനകത്ത് ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. നമ്മൾ ന്യൂസ് പേപ്പർ തന്നെ ഓണത്തോടെ പിന്നെ പൊതുവെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പരസ്യം കണ്ടന്റ് വീഡിയോ അവസാനം ഒരു പരസ്യം വരുന്നത് മാത്രമേ റിവീൽ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആയിരിക്കും. പക്ഷെ അതുവരെ എന്റർടൈൻമെന്റ് ആണ് സാധനം. ഇനിയെന്നാ നിങ്ങളെ ലക്ഷ്യം? ഇനി ഇതിനെ കുറച്ചുകൂടി സെറ്റപ്പ് ആക്കണം. ഒരു അടുത്ത ഒരു വർഷത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ പറയണ്ടേ, കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ഒരു സിനിമ പോലത്തെ ഒരു സിനിമ ഒരു അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും അല്ലേ നമ്മള് അങ്ങനെ ഒരു റിലീസിങ് അങ്ങനെ പോവാണ്ട് നമ്മളൊരു സംഭവം ചെയ്യും. നമ്മുടെ ചാനൽ തന്നെ നമ്മളതായ പ്ലാറ്റ്ഫോമിൽ വലിയൊരു സംഭവം നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം യൂട്യൂബ് സിനിമ ചില പരിപാടികളിൽ ഇങ്ങനെ ഇപ്പൊ ഗുണ്ടിന്റെ 4 പേരാണല്ലോ മെയിന്. ഒന്നിച്ചുള്ള കുറെ പേരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. പേരെടുത്ത് പറയത്തക്ക ആരാണ്? എടുത്തു പറഞ്ഞാൽ വിട്ടുപോകും. കുറെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പേരുണ്ട്. നമ്മള് പല സമയങ്ങളിലും പേരെടുത്ത് പറയേണ്ട ഒരാളുണ്ട്. എല്ലാ വർക്കിലും നമുക്ക് മ്യൂസിക് ചെയ്യുന്ന അജയാണ്. അത് അജയ് നമ്മളെ കാരണം മെയിനായിട്ട് നമ്മളൊരു അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മളായിട്ട് ഒരു ബന്ധം കൊണ്ടാണ്. അപ്പൊ എല്ലാ വർക്കിലും നമ്മളെ മ്യൂസിക്കിനെ പറ്റി എപ്പോഴും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണ നിശ്ചയത്തിന് ഇപ്പോൾ ഒരു സോങ് അതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയിട്ട് എല്ലാവരും പറയലുണ്ട്. ചിലപ്പോൾ നല്ല രസകരമായ മ്യൂസിക് വരുമ്പോൾ വിളിച്ചിങ്ങോട്ട് പറയും ഇതാരാ ചെയ്യുന്നു ചോദിക്കും. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും നമ്മളുടെ ഈ പറഞ്ഞല്ലോ വീഴ്ചകൾ എന്ന് പറയും, പരസ്യം ഒരു വീഴ്ചയായിട്ട് കാണാണ്ടിരിക്കുക. കാരണം നമ്മുടെ നിലനിൽപ്പിന് പരസ്യം അനിവാര്യമാണ്. എല്ലാ ചാനലായാലും എന്തിനായാലും അതുപോലെയുള്ള സപ്പോർട്ടുകൾ തരിക, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാം. നല്ലതായാലും മോശമായാലും അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പറയാം. അതാണ് നമ്മളെ യതീഷ് മാഷ്. ഇതിപ്പം നമ്മളിപ്പം കൊണ്ട് പറഞ്ഞൊരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് നമ്മൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ കുറച്ചെങ്കിലും രസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയണ്ട താല്പര്യങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ സംഭവം. അപ്പോൾ ഇപ്പോൾ പ്രയത്ത് പറഞ്ഞ പോലെ ഇടയ്ക്ക് പരസ്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്നാൽ ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് പ്രേക്ഷകർ ആ രീതി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ നമ്മളെ ഈ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മലയാളികൾക്ക് മൊത്തത്തിൽ ഓണാശംസകൾ നേരുന്നു. അതുപോലെ പ്രത്യേകിച്ചും പറയാനില്ല, ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് പറയുക. പിന്നെ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കി പുതിയ ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഇത്രയേറെ തിരക്കിനിടയിലും നമ്മോടൊപ്പം പങ്കെടുത്ത ടീം ഗുണ്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം പ്രേക്ഷകർക്കും ഓണാശംസകൾ.